കണ്ണെത്താ ദൂരത്ത് കണ്ണും നട്ട് അതിൻ്റെ ടൈറ്റിലുകൾ അന്നൊക്കെ ഈ ടൈറ്റിൽ എഴുതിയ ഡയറക്റ്റ് ഷൂട്ട് ചെയ്യുക ചെയ്യുന്നത്. നിലത്ത് ഇങ്ങനെ ഇട്ടിട്ട് മുകളിൽ ക്യാമറ വെച്ച് ഡയറക്റ്റ് ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ശനിയാഴ്ചയാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത്, ശനിയാഴ്ച രാവിലത്തേക്ക് എല്ലാം തീർത്ത് വെച്ചേക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർത്ത് വെച്ചേക്കാം എന്ന് പറഞ്ഞു. ഞാനപ്പോഴത്തെ വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കും മിക്കവാറും എല്ലാം തീർന്നു. പിന്നെ ചെറിയ ടച്ചിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാളെ ക്യാമറ ഇല്ല, ഇന്ന് ഷൂട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു എല്ലാം എഴുതി കഴിഞ്ഞു, എനിക്ക് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഈ ഇതിൻ്റെ ഓർഡർ അനുസരിച്ച്. അല്ല അതിന് ഇനിയിപ്പോൾ സമയമില്ല, ഇപ്പം തന്നെ ചെയ്യണം. ഒരു കാര്യം ചെയ്തോണ്ടേ, കുറച്ച് പേപ്പറും കളറും കൂടെ കയ്യിലെടുത്തോണ്ട് എന്തെങ്കിലും ടച്ചിങ് അവിടെ വെച്ച് വേണ്ടി വന്നാൽ ചെയ്യാം. ചിത്രാഞ്ജലി പോയി, ഞാനിവിടെ പോയി അതിങ്ങനെ ഓരോന്ന് അവരുടെ ലിസ്റ്റ് അനുസരിച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്താണ് സ്റ്റോറി, സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, ഫാസിൽ എന്നുള്ള കാർഡ് ഇല്ല. എഴുതിയതാണോ അതോ ഞാൻ എടുക്കാൻ വിട്ടതാണോ എന്നറിഞ്ഞുകൂടാ. ഇത് പെട്ടെന്ന് കൊടുക്കുകയും വേണം. ഞാൻ പറഞ്ഞില്ലേ, അതിന് ഈ പേപ്പറിൽ എഴുതുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നതാണ്. ഞാനപ്പോൾ ഫാസിലിനോട് പറഞ്ഞ് ഒരിച്ചിരി സമയം എടുക്കും. അത് വേണ്ട, ഒരു കാര്യം ചെയ്താൽ മതി, പെട്ടെന്ന് സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ മാത്രം എഴുതിയാൽ മതി എന്ന് വിചാരിച്ചു. ഞാൻ അത്രയും എഴുതി കഴിഞ്ഞപ്പോൾ ഫാസിൽ എന്നോട് ആ ബ്രഷിങ് തന്നേന്ന് പറഞ്ഞ് ആ ബ്രഷ് എടുത്തിട്ട് ഫാസിലിങ് ഒരു ഒപ്പിടുന്നത് പോലെ, സിനിമയുടെ ടൈറ്റിൽ കണ്ടാൽ അറിയാം. അതൊക്കെ നല്ല ഒരു അനുഭവമാണ്.